ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്കെലിറ്റൽ സിസ്റ്റമാണ്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര വേഗമായിട്ടുള്ളൊരു, നമുക്ക് ഒരുപാട് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ഉള്ള ഒരു ടോപ്പിക്കാണ് സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അപ്പോൾ പക്ഷേ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ എന്താണ് സ്കെലിറ്റൽ സിസ്റ്റം, അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിന്ന് കവർ ചെയ്ത് പോകുന്നുള്ളൂ. ജനറലായിട്ട് കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ. സോ ബാക്കി കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ എന്താണ് സ്കെലിറ്റൽ സിസ്റ്റം എന്നുള്ളത് നമ്മൾ നോക്കാം. സോ സ്കെലിറ്റൽ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് എസ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ സ്കെലിറ്റൽ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് എസ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ലോക്കോമോട്ടർ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? സ്കെലിറ്റൽ സിസ്റ്റത്തിനെയാണ്. സോ അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം ഗീവ്സ് ബോഡി ദ ബേസിക് ഫ്രെയിം വർക്ക്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രെയിം വർക്ക്, ബേസിക് ആയിട്ടുള്ള നമ്മളിങ്ങനെ ഇതുപോലെ എഴുതിച്ച് നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം വർക്ക് തരുന്നത് ആരാണ്? ഈ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റമാണ്. ആ ഒരു സ്കെലിറ്റൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മസിൽസും സ്കിന്നും ലിഗമെന്റ്സും ഒക്കെ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമോ? അല്ല, എല്ലാം കൂടി കുഴഞ്ഞ് താഴേക്ക് വീഴും. സോ അപ്പോൾ ഫ്രെയിം വർക്ക്, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഗിവ്സ് ബോഡി ഷേപ്പ്, അതുപോലെ തന്നെ മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നുണ്ട്. മേക്ക് ബ്ലഡ് cells, provides protection for organs and stores minerals. So ഇതൊക്കെ ഫങ്ഷൻസ് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് സ്കെലിറ്റൽ സിസ്റ്റം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ലോക്കോമോട്ടർ സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട് സ്കെലിറ്റൽ സിസ്റ്റം. ആൻഡ് ഇറ്റ് ഗിവ്സ് ദ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് അവർ ഹ്യൂമൻ ബോഡി. ഒരു ഹ്യൂമൻ ബോഡി മാത്രമല്ല, ഏതൊരു ബോഡി എടുത്തു കഴിഞ്ഞാലും ആനിമൽസ് ആയിക്കോട്ടെ, സോ അതിൻ്റെ ഒരു ബോഡിയുടെ ആ ഒരു ഫ്രെയിം വർക്ക്, ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നത് ആരുടെ ഫംഗ്ഷനാണ്? സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഷേപ്പ്, നമ്മുടെ ബോഡിയുടെ ഷേപ്പ്, സ്കെലിറ്റൽ ഫ്രെയിം വർക്കിൽ ഒരു ചെറിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിനും ചേഞ്ച് വരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കൂനൊക്കെ വന്നിട്ടുള്ള കൈഫോസിസ്, ലോഡോസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. സോ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്ന ചേഞ്ചാണ് കൈഫോസിസിലും ലോഡോസിസിലും ഒക്കെ നമ്മളെ എത്തിക്കുന്നത്. സോ അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് തന്നിട്ട് ആ ഒരു ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്കെലിറ്റൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലോസ് മൂവ്മെന്റ്സ്. ഈ നമ്മളിപ്പോൾ എന്താണ് മൂവ്മെന്റ്സ്, നമ്മുടെ ഓരോ ജോയിന്റിലും മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ദ യൂണിയൻ അല്ലെങ്കിൽ മീറ്റിംഗ് പോയിന്റ് ഓഫ് ടു ബോൺസിനെയാണ് നമ്മൾ ജോയിന്റ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ആ ഒരു ബോൺസിന്റെ മൂവ്മെന്റ്സ് സംഭവിക്കുമ്പോഴാണ് ആ ജോയിന്റ്സ് മൂവ് ആവുന്നതും നമുക്ക് മൊബിലിറ്റി കിട്ടുന്നതും. സോ ഇറ്റ് അലൗസ് ബോഡി മൂവ്മെന്റ്സ്. അതുപോലെ തന്നെ മേക്സ് ബ്ലഡ് സെൽസ്. നമുക്കറിയാം ബോൺ മാരോസ് ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ബ്ലഡ് സെൽസ് അല്ലേ. നമ്മൾ എവരി ടൈപ്പ് ഓഫ് എല്ലാ എന്താണ് എറിത്രോയിഡ് സെൽസും മെഗാ കാരിയോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും അല്ലേ. സോ RBCസും WBCസും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മഡൽസിലാണെങ്കിൽ, നമുക്ക് അഡൽട്ട് ഹ്യൂമൻസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ് മേജർലി ഫ്രം ദ ബോൺ മാരോ അല്ലേ. ബോൺ മാരോ എന്നാണ് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സ്, നമ്മൾ ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ് എന്ന് കളക്റ്റീവായിട്ട് നമുക്ക് വിളിക്കാം. സോ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബോൺ മാരോ. സോ അപ്പോൾ അതും ആരുടെ ഫംഗ്ഷനാണ്? മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഫോർ ഓർഗൻസ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടി ആർക്കുണ്ട്? സ്കെലിറ്റൽ സിസ്റ്റത്തിന് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ബ്രെയിൻ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു സ്കെലിറ്റൽ ഫ്രെയിം വർക്ക് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്കെലിറ്റൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്കൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ സ്കൾ ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് അല്ലേ. സോ ദാറ്റ് വിൽ എന്താണ്, ചെറിയ ചെറിയ ഇഞ്ചുറീസ് വന്നാലും പെട്ടെന്ന് ഇറ്റ് വിൽ ബി ഗെറ്റ് അഫക്റ്റഡ്. സോ അപ്പോൾ ആ ഒരു ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടി നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി ആയിക്കോട്ടെ, തൊറാസിക് ക്യാവിറ്റി ആയിക്കോട്ടെ, എവിടെയാണെങ്കിൽ ഇപ്പോൾ ഹാർട്ട്, ലങ്സ്, ലിവർ എല്ലാം ഉണ്ട്, സ്പ്ലീൻ ഒക്കെ ഉണ്ട് അല്ലേ. സോ അപ്പോൾ അത് ആ ഒരു ഇന്റേണൽ ഓർഗൻസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ആരുടെയാണ്? ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിനെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കളാണ്. അതുപോലെ നമ്മുടെ ഹാർട്ട് ആൻഡ് ലങ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ റിബ് കേജ് ആണ് അല്ലേ. സോ അതുപോലെ ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനും കൂടി ആർക്കുണ്ട്? സ്കെലിറ്റൽ സിസ്റ്റത്തിന് ഉണ്ട്. അതുപോലെ എന്താണ്? സ്റ്റോഴ്സ് മിനറൽസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കാൽഷ്യം അല്ലേ, കാൽഷ്യം ആൻഡ് മിനറൽസ് ഒക്കെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യും? ബോൺസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് സ്റ്റോറേജ് ഫംഗ്ഷനും കൂടി നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഹൗ മെനി ബോൺസ്, നമ്മുടെ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട് എന്നുള്ളതാണ്. സോ അറ്റ് ബർത്ത് എത്രയാണ്?
നമുക്കറിയാം നമ്മൾ നോർമലി പറയുന്നത് 206 ബോൺസ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. 206 ബോൺസ് ആർ ദെയർ ഇൻ ആൻ അഡൽട്ട് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഡ്യൂറിങ് ബർത്ത്, അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, വെൻ എ ന്യൂ ബോൺ ബേബി ഈസ് ബോൺ, സോ അതിൽ നമുക്ക് എത്ര ഉണ്ടാവും? അറൌണ്ട് 350 ബോൺസ് നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാവും അറ്റ് ബർത്ത്. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ദെയർ വിൽ ബി 350, അറൌണ്ട് 350 ബോൺസ് വിൽ ബി ദെയർ ഇൻ their child's body. But as the baby grows up, എന്താണ് 2-3 bones will be means joined to form a single bone. For example, നമുക്കറിയാം, നമുക്ക് സ്റ്റേർണം എന്ന് പറയുന്ന ഒരു നമ്മുടെ ബ്രസ്റ്റ് ബോൺ ഉണ്ട് അല്ലെ. ബ്രസ്റ്റ് ബോണിനെയാണ് നമ്മൾ സ്റ്റേർണം എന്ന് വിളിക്കുന്നത്. സോ അതിന് 3 പാർട്ടുണ്ട്: മാനുബ്രിയം സ്റ്റേർണം, ബോഡി ഓഫ് ദ സ്റ്റേർണം ആൻഡ് സിഫോയിഡ് പ്രോസസ് അല്ലേ. സോ അപ്പോൾ ഒരു 3 പാർട്സ് ഉണ്ട്. സോ അപ്പോൾ ആ ഒരു നമ്മൾ അഡൽട്ടായിട്ട് ഗ്രോ അപ്പ് ആകുമ്പോഴത്തേക്കും ആ ഒരു 3 ബോൺസും കൂടെ 3 പാർട്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്കതൊരു സിംഗിൾ ബോൺ ആയിട്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എ സ്റ്റേർണം അല്ലേ. മാനുബ്രിയം, അതുപോലെ തന്നെ ബോഡി ആൻഡ് സിഫോയിഡ് പ്രോസസ്, 3ഉം കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു സിംഗിൾ ബോൺ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഹിപ്പ് ബോണിന് ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബസ് അല്ലേ, 3 പാർട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു സിംഗിൾ ബോൺസ് ആയിട്ട് ഇരിക്കുന്നതെല്ലാം കൂടി യുണൈറ്റ് ചെയ്തിട്ട്, മീൻസ് ഞാൻ എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. സോ അപ്പോൾ ഈ ബോൺസ്, അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ദെയർ വിൽ ബി 350 ബോൺസ്. അത് പിന്നെ എങ്ങനെ കുറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഓഫ് ബോൺസ് എന്ത് ചെയ്യും? 1-2 ബോൺസ് ഒക്കെ കൂടി ജോയിൻ ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഫോമിങ് എ സിംഗിൾ ബോൺ, ദാറ്റ്സ് റിസൾട്ടിങ് in formation of 206 bones in an adult human. So അപ്പോൾ adult humanൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 206 ബോൺസ് ആണ് അഡൽട്ട് ഹ്യൂമൻസിലുള്ളത്. ബട്ട് ഇൻ എ ന്യൂ ബോൺ ബേബി അറ്റ് ദ ടൈം ഓഫ് ബർത്ത് there will be 350 bones, around 350 bones will be there. So അതിന്റെ ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. As this is because as you grow, some of the bones joins together to form a single bone, അല്ലെങ്കിൽ on bone ഫോം ചെയ്യാനായിട്ട്, ഒറ്റ ബോൺ ആയിട്ട് ഫോം ചെയ്യാനായിട്ട് ബാക്കി 3-4 ബോൺസ് ജോയിൻ ചെയ്തിട്ട് വരും. അതുകൊണ്ടാണ് ആ ഒരു നമ്പറിന്റെ റിഡക്ഷൻ വരുന്നത്, 350 206ലേക്ക് വരുന്നത്. ഓക്കെ, സോ at the time of birth there will be around 350 bones will be there, but when you grow up 2 or 3 bones will join together to form a single bone, which results in reduction in number of bones. And so അതുകൊണ്ട് തന്നെ നമ്മുടെ അഡൽട്ട് ഹ്യൂമനിലാണെങ്കിൽ എത്ര ബോൺസ് ഉണ്ടാവും? 206 ബോൺസ് വിൽ ബി there. ഓക്കെ, സോ അത് മാറിപ്പോരുത്. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആണെങ്കിൽ അറൌണ്ട് 350 ആണ് എന്നുള്ളത് ഓർക്കാം. സോ നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ് ആണ്, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ 2 സെറ്റായിട്ടാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ സ്കെലിറ്റൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ. സോ ഫസ്റ്റ് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത് എന്താ? വിച്ച് ഫോംസ് ദ ആക്സിസ് ഓഫ് ദ ബോഡി. നമ്മളൊരു ബോഡിയുടെ ഏതൊരു സാധനം, ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ആക്സിസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാളെ സെൻട്രൽ നിർത്തിയിട്ട് അതിന് ചുറ്റിലും കറങ്ങി വരികയാണെങ്കിൽ, സോ ദാറ്റ് പേഴ്സൺ ഹൂ ഈസ് ദെൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദാറ്റ് thing will be called as a axis അല്ലേ. അപ്പോൾ ഒരു പോയിന്റ് അറൗണ്ട് വിച്ച് ദ ഒബ്ജക്ട് മൂവ്സ് ഈസ് കോൾഡ് ആക്സിസ് അല്ലേ. സോ അപ്പോൾ ഒരു നമ്മുടെ ഏതിനെ ചുറ്റിയിട്ടാണോ ബാക്കി ഒബ്ജക്ട്സ് ഒക്കെ മൂവ് ആവുന്നത്, സോ അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് വിളിക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡിക്ക് ഒരു ആക്സിസ് ഉണ്ടാവും. സോ അപ്പോൾ ആ ഒരു ആക്സിസ് ഫോം ചെയ്യുന്ന സ്കെലിറ്റനെയാണ് നമ്മൾ ആക്സിയൽ സ്കെലിറ്റൻ എന്ന് വിളിക്കുന്നത്. സോ ആക്സിയൽ സ്കെലിറ്റൻ ഇൻക്ലൂഡ്സ് സ്കൾ, സ്പൈൻ, റിബ്സ് ആൻഡ് സ്റ്റേർണം. സോ ഹിയർ യു ക്യാൻ സീ എന്താണ് ആ ഒരു ആക്സിസ് ഫോം ചെയ്യുന്ന ആ ഒരു സ്കെലിറ്റൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്സിയൽ സ്കെലിറ്റൻ. അപ്പോൾ ആ ഒരു ആക്സിസിലാണ് ബാക്കി ബോൺസ് ഒക്കെ വന്ന് അറ്റാച്ച് ആവുന്നത്. സോ അപ്പോൾ ആക്സിയൽ സ്കെലിറ്റനിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്കള്ളുണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്, റിബ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? സോ അപ്പോൾ സ്കൾ, വെർട്ടിബ്രൽ കോളം, റിബ്സ് ആൻഡ് സ്റ്റേർണം, ഇത്രയാണ് നമുക്ക് ആക്സിയൽ സ്കെലിറ്റനായിട്ട് വരുന്നത്. ആ ആക്സിയൽ സ്കെലിറ്റനിൽ വന്ന് അറ്റാച്ച് ആവുന്ന അപ്പൻഡേജസ്. സോ അപ്പൻഡേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആക്സിസിൽ വന്ന് അറ്റാച്ച് ആവുന്ന അപ്പൻഡേജസിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? അപ്പൻഡേജസ് ഓഫ് ദ ബോഡി ലൈക്ക് ഷോൾഡർ, ആംസ്, ഫോ ആംസ്, പിന്നെ ഹിപ്സ്, തൈസ്, ലെഗ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരാണ്? അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ ആണ്. സോ ഈ ഒരു ആക്സിസ് സ്കെലിറ്റനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന അപ്പൻഡിസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പൻഡേജസിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് ഷോൾഡർ ഗേർഡിൽ ഉണ്ടാവും, അതുപോലെ ആമും, ഫോർ ആമും, ഹാൻഡും ഒക്കെ ഉണ്ട്. സോ അതുപോലെ തന്നെ ഹിപ്പ് ബോൺസ് ഉണ്ട്, പിന്നെ
നമ്മുടെ തൈസ്, ലെഗ്സ്, ഫൂട്ട്, ഇതൊക്കെ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ്റെ പാർട്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഡിവിഷൻസ് ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെലിറ്റൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ 2 സെറ്റായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ സ്കെലിറ്റൻ വിച്ച് ഫോംസ് ദ ആക്സിസ് ഓഫ് ദ ബോഡി വിച്ച് ഇൻക്ലൂഡ്സ് സ്കൾ, സ്റ്റേർണം, റിബ് കേജ് ആൻഡ് വെർട്ടിബ്രൽ കോളം. ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ ഈ ആക്സിസിലേക്ക് വന്ന് അറ്റാച്ച് ആവുന്ന അപ്പൻഡേജസ്, സോ അതിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് ഷോൾഡർ, ആം, ഫോർ ആം, ഹാൻഡ്, അതുപോലെ തന്നെ ഹിപ്പ്, തൈസ്, ലെഗ്സ് ആൻഡ് ഫൂട്ട്. സോ ഇതൊക്കെ വരുന്നതാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ അപ്പോൾ നെക്സ്റ്റ് ആക്സിയൽ സ്കെലിറ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൻഡിക്കുലർ ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ സ്കള്ളുണ്ട്, ചെസ്റ്റ് റീജിയനിൽ വരുമ്പോൾ റിബ്, വെർട്ടിബ്രൽ കോളം, അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്റ്റേർണം. സോ അതാണ് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ ഷോൾഡർ, ആം, ഫോർ ആം ആൻഡ് ഹാൻഡ്, പെൽവിക് ഗേർഡിൽ, അതായത് ഹിപ്പ് ബോൺ. സോ ആ ഒരു 2 ഹിപ്പ് ബോൺസും കൂടി ജോയിൻ ചെയ്ത് ബാക്കിൽ സേക്രം, ഇതും കൂടി വരുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ പെൽവിക് ഗേർഡിലുണ്ട് തൈസ്, ലെഗ്സ് ആൻഡ് ഫൂട്ട്. സോ ഇതിനെയാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ സെയിം ഇവിടെ നമ്മൾ എന്താണ് 206 ബോൺസ് ഉണ്ട്. ആക്സിയൽ സ്കെലിറ്റനിൽ സ്കൾ ഉണ്ടാവും, ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. വെർട്ടിബ്രൽ കോളം, ദാറ്റ് പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. ആൻഡ് റിബ്സ് ആൻഡ് സ്റ്റേർണം പ്രൊട്ടക്ട്സ് ദ ഹാർട്ട്, ലങ്സ് ആൻഡ് ലിവർ. ഓക്കെ, സോ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അഗെയിൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പെക്ടോറിയൽ ഗേർഡിലും ഒന്ന് പെൽവിക് ഗേർഡിലും. പെക്ടറൽ റീജിയൻ നമുക്കറിയാം അല്ലേ, ചെസ്റ്റ് റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെക്ടറൽ റീജിയൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു റീജിയൻ, ദാറ്റ് പെക്ടറാലിസ് മേജർ ആൻഡ് മൈനർ മസിൽസ് ഒക്കെയുള്ള ആ ഒരു ഏരിയ, ദാറ്റ് പെക്ടറൽ റീജിയൻ, ആ ഒരു സൈഡിലുള്ള ആ ഒരു റിബ് കേജിനെയാണ് നമ്മൾ ജനറലി പെക്ടോറിയൽ ഗേർഡിൽ എന്ന് പറയുന്നത്. അതായത് ഒരു ഗേർഡിൽ ഫോം ചെയ്യുകയാണ്. സോ വെർട്ടിബ്രൽ കോളം, സൈഡിൽ റിബ്സ്, ഫ്രണ്ടിൽ സ്റ്റേർണം. സോ ദാറ്റ് ഫോംസ് ദ പെക്ടോറിയൽ ഗേർഡിൽ. ഓക്കെ, സോ അതിലേക്കാണ് ഇവിടെ ആംസും വന്നിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് വരുന്നത്. ദെൻ പെൽവിക് ഗേർഡിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിപ്പ് ബോൺ, 2 സൈഡ് ഹിപ്പ് ബോൺ. ഹിപ്പ് ബോണിൽ തന്നെ ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് എന്ന് പറയുന്ന 3 പാർട്സ് ഉണ്ട്. അപ്പോൾ 2 ഹിപ്പ് ബോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ സേക്രം വരുന്നുണ്ട്. സോ ദാറ്റ് ടുഗദർ ഫോംസ് ദ പെൽവിക് ഗേർഡിൽ. സോ അറ്റാച്ച്മെന്റ് അതിലേക്കാണ്, ആ പെൽവിക് ഗേർഡിലേക്കാണ് നമ്മുടെ ലെഗ്സ് വന്നിട്ട് അറ്റാച്ച് ആവുന്നത്. സോ അപ്പോൾ പെക്ടോറിയൽ ഗേർഡിൽ എന്ന് പറയുമ്പോൾ അതിൽ അപ്പർ ആംസ് ഉണ്ട്, ഇവിടെ അപ്പർ ലിംസ് ഉണ്ട്, ഇവിടെ ലോവർ ലിംസ് ആണ് പെൽവിക് ഗേർഡിലേക്ക് അറ്റാച്ച് ആവുന്നത്. ക്ലിയർ? ദെൻ ഫങ്ഷൻസ് ഓഫ് ദ സ്കെലിറ്റൽ സിസ്റ്റം, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ഷേപ്പ് ആൻഡ് സപ്പോർട്ട്, നമ്മുടെ ബോഡിയുടെ ഫ്രെയിം വർക്ക് തന്നിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, പിന്നെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആ സ്കെലിറ്റൽ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈ എടുക്കുക. സോ എവിടെയെങ്കിലും വീണിട്ട് ഒരു ഫ്രാക്ചർ വന്നു, ആ ഒരു ഫ്രാക്ചറിൽ എന്താണ്, മാൽ യൂണിയൻ സംഭവിച്ചു, ആ ഒരു ബോൺസിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, കൈയുടെ ഷേപ്പ് മൊത്തത്തിൽ മാറും. സോ അതുപോലെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നു, ആ ഷോൾഡർ കുഴ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഷേപ്പ് അതുപോലെ മെയിൻറ്റെയിൻ ആവുമോ? ഇല്ല. സോ അപ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഫ്രെയിം വർക്കും അതുപോലെ തന്നെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. സോ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷനാണ്? സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ പ്രൊട്ടക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ ബ്ലഡ് പ്രൊഡക്ഷൻ, ബ്ലഡ് സെൽസ് പ്രൊഡക്ഷൻ. സോ അതിനെയാണ് നമ്മൾ ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ്, RBC പ്രൊഡ്യൂസിങ്, അതുപോലെ തന്നെ WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. സോ ബ്ലഡ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. പിന്നെ സ്റ്റോറേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം ആൻഡ് മിനറൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അഗെയിൻ അതൊരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. പ്രൊട്ടക്ട്സ് ദ ഇന്റേണൽ ഓർഗൻ, സ്റ്റോർസ് ആൻഡ് റിലീസസ് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ബോൺ മാരോയിൽ. ദെൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസസ് ബ്ലഡ് സെൽസ്. പിന്നെ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പേര് എന്താണ്? RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എറിത്രോപോയിസിസ് ആണ് അല്ലേ? എറിത്രോപോയിസിസ്. ത്രോംബോസ് മീൻസ് നമ്മുടെ ല്യൂക്കോസൈറ്റ്സ് ആണെങ്കിൽ ല്യൂക്കോപോയിസിസ് അല്ലേ? സോ അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസിങ് ബ്ലഡ് സെൽസ്, ആ ഒരു ബ്ലഡ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോപോയിസിസ് എന്ന് നമുക്ക് ജനറലി വിളിക്കാം. ഓക്കെ, ഹീമോപോയിസിസ്, അതായത് ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഈസ് കോൾഡ് ഹീമോപോയിസിസ്. സോ അപ്പോൾ ആ ഒരു ഹീമോപോയിസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ സ്റ്റോർസ് ആൻഡ് റിലീസ് മിനറൽസിനെയും സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് ഫംഗ്ഷനാണ്. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് മൂവ്മെൻറ്റ്സ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ബോൺസ്. ടൈപ്സ് ഓഫ് ബോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ് ആർ ദെയർ അല്ലേ? നമ്മുടെ ബോഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബോണിനും ഓരോ ഷേപ്പും സൈസും ഒക്കെയാണ്. സോ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ് ആർ ദെയർ എന്നുള്ളതാണ് ഓവറോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ബോൺസ് എന്ന് പറയുമ്പോൾ എന്താ? ലെങ്തി ആയിട്ടുള്ള ബോൺസ്. സോ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും,
അപ്പർ ഉണ്ട്, ലോവർ ഉണ്ട്, ഇടയ്ക്കൊരു ഷാഫ്റ്റ്. നമുക്കറിയാം, നമുക്ക് ഹ്യൂമറസും ഫീമറും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആമിലുള്ള ബോണാണ് എന്താണ് ഹ്യൂമറസ്. സോ അപ്പോൾ നമ്മൾ ഈ നമ്മുടെ അപ്പർ ലിംബിൻ്റെ ഡിവിഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഷോൾഡർ, പിന്നെ ഇത് ഇത്രയും ആം അല്ല. സോ ഇത് മുതൽ ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള ആ ഒരു പോർഷനെ ആം എന്നും, സോ ഫ്രം എൽബോ ടു റിസ്റ്റിനെയാണ് നമ്മൾ ഫോർ ആം എന്നും പഠിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും മാറ്റുക ഇപ്പം തന്നെ മാറ്റി പോവുക. സോ ദിസ് ഇസ് ആം ആൻഡ് ദിസ് ഇസ് ഫോർ ആം. സോ അപ്പോൾ ആ ഒരു നമ്മുടെ ആംസിലുള്ള ഹ്യൂമറസ്, അതുപോലെ തന്നെ ഫീമർ, ആ ഒരു ബോൺസ് ഒക്കെയാണ് എക്സാമ്പിൾ ഫോർ ദിസ് ലോങ് ബോൺസ്. അതായത് ലെങ്തി ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും. ദേ വിൽ ബി ഹാവിങ് ആൻ അപ്പർ ആൻഡ് ലോവർ ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു കണക്റ്റിംഗ് പീസ് ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് എസ് ഷാഫ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ലോങ് ബോൺസിൽ ദർ വിൽ ബി ആൻ അപ്പർ ആൻഡ് ലോവർ ആൻഡ് ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ കണക്റ്റിംഗ് പോർഷൻ ദാറ്റ് ഈസ് കോൾഡ് എസ് ഷാഫ്റ്റ് ഓഫ് ദി ബോൺ. സോ അപ്പോൾ ലോങ് ബോൺസ് ഏതൊക്കെയാണ് എക്സാമ്പിൾ? ആംസ്, ലെഗ്സ് ആൻഡ് ഫിംഗേഴ്സിലുള്ളതൊക്കെ നമുക്ക് ഏതാണ്? മെറ്റാകാർപ്പൽസും ഒക്കെ നമുക്ക് എന്താണ് എക്സാമ്പിൾ ഫോർ ലോങ് ബോൺസ് ആണ്. ദെൻ ഷോർട്ട് ബോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ വിൽ ബി ഷോർട്ട്, അല്ലേ, ഷോർട്ട് ഉണ്ടാവും. സോ അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഈ ഷാഫ്റ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. സോ ദേ വിൽ ബി ഷോർട്ട്, ഒരു ഷോർട്ടായിട്ടുള്ള ബോൺസ് ആയിരിക്കും. എക്സാമ്പിൾ റിസ്റ്റിലും ആംഗിൾസിലുള്ള, നമുക്കറിയാം റിസ്റ്റിലുള്ള കാർപ്പൽ ബോൺസ്, അല്ലേ, കാർപ്പൽ ബോൺസ് അറിയില്ലേ? സോ സ്കാഫോയിഡ്, ലൂണേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ട്രിക്യൂട്രൽ, പിസിഫോം. സോ പിസിഫോമിൻ്റെ ഒരു പ്രത്യേകത അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ എന്താണ് ഷോർട്ട് ബോൺസ്, അതായത് റിസ്റ്റിലുള്ള കാർപ്പൽ ബോൺസ്, അതുപോലെ തന്നെ ആംഗിൾസിലുള്ള ടാസൽ ബോൺസ്. സോ ദേ ആർ കമ്മിങ് അണ്ടർ ഷോർട്ട് ബോൺസ്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു പെബിൾസ് പോലത്തെ ഒരു ഷേപ്പാണ് ഈ കാർപ്പൽ ബോൺസിനും ടാസൽ ബോൺസിനും ഒക്കെ ഒരു പെബിൾ ഷേപ്പാണ്. ദേ ആർ നോട്ട് എന്താണ് ലീനിയർ അല്ല, കുറച്ചും കൂടി ലെങ്ത് ഉള്ള ബോൺസ് അല്ല, ദേ ആർ ഷോർട്ട്. സോ ദേ ആർ കോൾഡ് എസ് ഷോർട്ട് ബോൺസ് ആൻഡ് ദേ ആർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്റ്റ് ആൻഡ് ആംഗിൾസ് ആണ്. പിന്നെ ഫ്ലാറ്റ് ബോൺസ് നമുക്കറിയാം എന്താണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണ്. നമുക്ക് ആ ഒരു പേരും തന്നെ അറിയാം, പക്ഷെ ആ ഒരു മനസ്സിലാക്കി വെക്കുന്നത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. സോ സ്കൾ, സ്റ്റേർണം ആൻഡ് റിബ്സ്, ഇതൊക്കെയാണ് ഫ്ലാറ്റ് ബോൺസിന് എക്സാമ്പിൾ. നമുക്ക് മനസ്സിലാവും സ്റ്റേർണം ആൻഡ് റിബ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫ്ലാറ്റ് ബോൺസ് ആണ്. സോ ദേ ആർ ഫ്ലാറ്റ്. ബട്ട് സ്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ എന്താണ് ഒരു റൗണ്ടഡ് ഷേപ്പാണ്. ബട്ട് വൈ ഇറ്റ് ഈസ് കോൾഡ് എസ് ഫ്ലാറ്റ് ബോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോൺ അല്ല, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ ബോൺസ്. അപ്പോൾ മൾട്ടിപ്പിൾ ബോൺസ് ജോയിൻസ് ടുഗദർ, മൾട്ടിപ്പിൾ ഫ്ലാറ്റ് ബോൺസ് ജോയിൻ ടുഗദർ ടു ഫോം എ സ്ട്രക്ചർ വിച്ച് ഇസ് കോൾഡ് എസ് സ്കൾ. സോ അപ്പോൾ അങ്ങനെ കുറേ ഫ്ലാറ്റ് ബോൺസ് കൂടി ജോയിൻ ചെയ്തിട്ട് അകത്തൊരു ഹോളോയും ചുറ്റിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ജോയിൻ ചെയ്തിട്ടാണ് ആ ഒരു സ്കള് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഫ്ലാറ്റ് ബോൺസ്. അപ്പോൾ ഫ്ലാറ്റ് ബോൺസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്കൾ ഉണ്ട്, സ്റ്റേർണം ആൻഡ് റിബ്സ് ഉണ്ട്. പിന്നെ ഇറഗുലർ ബോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ഇന്ന കാറ്റഗറി ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. സോ ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ബോൺസ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന സ്പൈൻ, വെർട്ടിബ്രേസ്. അപ്പോൾ സ്പൈനൽ കോളത്തിലുള്ള ഓരോ വെർട്ടിബ്രേസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ഓരോന്നിനും ഓരോ ഷേപ്പും ഓരോ സൈസും ഒക്കെ ആയിരിക്കും. സോ അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സ്പൈൻ ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും, അല്ലേ? സോ അപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പാണ് നമ്മുടെ സ്പൈൻസ്, അതായത് വെർട്ടിബ്രേസിന് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വെർട്ടിബ്രേസ് ഏതിലാണ് വരുന്നത്? ഇറഗുലർ ബോൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ സെസമോയിഡ് ബോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു പിസിഫോം, അല്ലേ? പിസിഫോം എന്ന് പറയുന്നതും അതുപോലെ തന്നെ പാറ്റല എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ് മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയും, നീ ക്യാപ്പ്, അല്ലേ? സോ അപ്പോൾ അതിൽ വരുന്ന ആ ഒരു ബോണാണ് പാറ്റല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു സ്മോൾ ബോണാണ് കാർപ്പൽ, വൺ ഓഫ് ദി കാർപ്പൽ ബോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിസിഫോം എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഈ പിസിഫോമിനും പാറ്റലിയും ഒക്കെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് സെസമോയിഡ് ബോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ സെസമോയിഡ് ബോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലിൻ്റെ ടെൻഡൻസ് ഉണ്ടാവും, അല്ലേ? ദറ്റ് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ, സോ വിച്ച് കണക്ട്സ് ദ മസിൽ വിത്ത് ദ ബോൺസ്, ദാറ്റ് ഈസ് കോൾഡ് എസ് ടെൻഡോൺ. സോ ആ ഒരു മസിലിനെ ഒരു ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പോർഷനെയാണ്, ദാറ്റ് കണക്റ്റീവ് ടിഷ്യൂ പാർട്ട് ഈസ് കോൾഡ് എസ് ടെൻഡൻ. സോ അപ്പോൾ മസിലിൻ്റെ ആ ഒരു ടെൻഡനിൽ കാൽസിഫിക്കേഷൻ വന്നിട്ട് ദാറ്റ് വിൽ ബി ഫോംഡ് ആസ് എ ബോൺ, ദാറ്റ് ഈസ് കോൾഡ് എസ് സെസമോയിഡ് ബോൺ. അപ്പോൾ ഒരു മസിലിൻ്റെ ടെൻഡനിൽ കാൽസിഫിക്കേഷൻ വന്നിട്ട് അതൊരു ബോണായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സെസമോയിഡ് ബോൺസ് എന്ന് വിളിക്കുന്നത്. സോ അതിൽ പിസിഫോം ഒരു എക്സാമ്പിൾ ആണ്, വൺ ഓഫ് ദ കാർപ്പൽ ബോൺ, ദാറ്റ് ഇസ് പിസിഫോം. ഓക്കെ, PISIFORM, പിസിഫോം ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് പാറ്റല, ദാറ്റ് ഇസ് മുട്ടിൻ്റെ ചിരട്ട, അതായത് നീ ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു
പാറ്റല്ല എന്നാണ് അതിൻ്റെ ഒരു നെയിം, അനാറ്റമിക്കൽ നെയിം എന്ന് പറയുന്നത്. സോ അപ്പോൾ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പാറ്റല്ല ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, മറക്കരുത്. സോ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പാറ്റല്ലയാണ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ, ഇത് നോക്കിയേ, ലോങ് ബോൺസിന് എക്സാമ്പിൾ ഇത് ഏത് ബോണാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ? ഹ്യൂമറസ് ആണ് അല്ലേ, ഹ്യൂമറസ് ആണ്. സോ ഹ്യൂമറസ് എന്ന് പറയുമ്പോൾ കുറച്ച് മീൻസ് ലോങ് ബോൺസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും. ദേ വിൽ ബി ഹാവിങ് ആൻ അപ്പർ എൻഡ് ആൻഡ് എ ലോവർ എൻഡ് വിച്ച് ഇസ് കണക്റ്റഡ് ബൈ എ പോർഷൻ കോൾഡ് ഷാഫ്റ്റ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിനെ ലോങ് ബോൺസ് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ബോൺസ് നോക്കിയേ, ഷോർട്ട് ബോൺസ് ചെറിയ ചെറിയ പെബിൾസ് പോലെ ഉള്ള ബോൺസിനെയാണ് നമ്മൾ എന്താ പറയുക, ഷോർട്ട് ബോൺസ് എന്ന് വിളിക്കുക. ദിസ് ഇസ് കാർപ്പൽ ബോൺസ്. ഓക്കെ, കാർപ്പൽ ബോൺസ് ആണ് ഈ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഉള്ളത് ഫ്ലാറ്റ് ബോൺസ് ആണ്. ഫ്ലാറ്റ് ബോൺസ് എന്ന് നോക്കിയേ, സ്കള്ളിൻ്റെ ഒരു ബാക്ക് സൈഡിൽ വരുന്ന ഓക്സിപിറ്റൽ ബോണിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. സോ അതേ ആ ഫ്ലാറ്റ്. സോ അപ്പോൾ അതെല്ലാം ജോയിൻ ടുഗദർ ടു ഫോം ദ സ്കൾ. സോ അപ്പോൾ അതാണ് ഫ്ലാറ്റ് ബോൺസിന് എക്സാമ്പിൾ. ദിസ് ഇസ് ദ ഇറഗുലർ, അതായത് വേർട്ടിബ്രേ. നോക്കിയാൽ ഒരു എന്ത് ഷേപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷേപ്പ് പറയാനായിട്ടുണ്ടാവില്ല. സോ ദേ ആർ ഇറഗുലർ, ദാറ്റ് ഈസ് കോൾഡ് as ഇറഗുലർ ബോൺസ് ആൻഡ് എക്സാമ്പിൾ വേർട്ടിബ്രേ ആണ് വരുന്നത്. ദെൻ സെസമോയിഡ് ബോൺ. സെസമോയിഡ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നേരത്തെ പറഞ്ഞു, മസിൽസിൻ്റെ ടെൻഡൻസിൽ കാൽസിഫിക്കേഷൻ വന്നിട്ട് അതിന്ന് ഫോം ചെയ്യുന്ന ബോൺസിനെയാണ് സെസമോയിഡ് ബോൺ. എക്സാമ്പിൾ പാറ്റല്ല. ദിസ് ഇസ് പാറ്റല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദെൻ നെയിംസ് ഓഫ് ബോൺസ്. നെയിംസ് ഓഫ് ബോൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ അത് നമ്മൾ വരുന്ന ക്ലാസ്സസിൽ, സോ ഇവിടെയുള്ള ക്ലാവിക്കിൾ അല്ലേ, നമ്മുടെ ഏതാണ് കോളർ ബോൺ എന്ന് വിളിക്കും, ബ്യൂട്ടി ബോൺ എന്ന് വിളിക്കുന്നത് ക്ലാവിക്കിളാണ്. ദെൻ ഷോൾഡറിൽ നമുക്ക് എവിടെയാണ്, ഷോൾഡറിന് താഴെ വരുമ്പോഴത്തേക്ക് ഷോൾഡർ ബ്ലേഡ് ഉണ്ട്. ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുമ്പോൾ സ്കാപ്പുലയാണ്. ദെൻ ആമിൽ ഹ്യൂമറസ് ആണ്, ഫോർ ആമിൽ റേഡിയസ് അല്ല, പിന്നെ കാർപ്പൽ ബോൺസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് എന്താണ് നമ്മുടെ മെറ്റാകാർപ്പൽ ബോൺസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഹിപ്പിലേക്ക് വരുമ്പോൾ ഹിപ്പിൽ ഇലിയം, ഇഷ്യം, പ്യൂബസ് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഹിപ്പ് ബോൺ ഫോം ചെയ്യും. ബാക്കിൽ സേക്രം ഉണ്ട്, അതുപോലെ എന്താണ് കോക്കിക്സ് ഉണ്ട്, കോക്കിക്സ്. പിന്നെ ലെഗിലേക്ക് പോകുമ്പോൾ തൈസിലേക്ക് വരുമ്പോഴത്തേക്കും ഫീമർ ഉണ്ട്, ലെഗ്സിലേക്ക് പോകുമ്പോൾ ടിബിയ ആൻഡ് ഫിബുല. ആൻഡ് ദെൻ ഫൂട്ടിൽ ടാർസൽ ബോൺസ് ഉണ്ട്, മെറ്റാടാർസൽസ് ഉണ്ട് അല്ലേ. പിന്നെ ഫെലാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കയ്യിലും ഫെലാൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ പ്രോക്സിമൽ മിഡിൽ ആൻഡ് ഡിസ്റ്റൽ ഇന്റർഫെലാങ്സ് ഉണ്ട്. സോ ദാറ്റ് ഓൾ യു നോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ റിബ്സ് ഉണ്ട്, സ്റ്റേർണം ഉണ്ട്, വെർട്ടിബ്രേസ് ഉണ്ട്. വെർട്ടിബ്രൽ കോളത്തിൽ തന്നെ സെർവൈക്കൽ വെർട്ടിബ്രേ ഉണ്ട് 7 in number, thoracic vertebrae 12 in number, lumbar vertebrae 5 in number, then sacrum 5 and coccyx 5. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിവിഷൻസ് ഒക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇതിൽ പറയാനായിട്ട്. പിന്നെ ഫേസിൽ വരുമ്പോഴത്തേക്കും ഫ്രോണ്ടൽ, പെറൈറ്റൽ, ഓക്സിപിറ്റൽ, അതുപോലെ തന്നെ ടെമ്പറൽ. സോ അപ്പോൾ 4 പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്സില ഉണ്ട്, ഓക്കെ, മാൻഡിബിൾ ഉണ്ട്, മാൻഡിബിൾ വിച്ച് ഇസ് കോൾഡ് as ജോ ബോൺ. സോ ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ കുറച്ച് ഫാക്ട്സ് അബൌട്ട് സ്കെലിറ്റൽ സിസ്റ്റം. സോ അപ്പോൾ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ബാക്കി അധികം ഒന്നും വേണ്ട നിങ്ങൾക്ക്. സോ വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് ബോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫീമർ. സോ ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? ഫീമർ ആണ്. ദാറ്റ് ഈസ് തൈ ബോൺ ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റും ലോങ്ങസ്റ്റുമായിട്ടുള്ള ബോൺ. സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ് വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഇയർ. നമ്മുടെ മിഡിൽ ഇയറിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോൺ, സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിലാണുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേപ്പീസ്. അപ്പോൾ സ്റ്റേപ്പീസും സ്റ്റെപ്പീഡിയസും മാറിപ്പോരുത്. സ്റ്റേപ്പീസ് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ആണ്. സ്റ്റെപ്പീഡിയസ് ഈസ് ദ സ്മോളസ്റ്റ് മസിൽ ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേപ്പീസും, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് മസിൽ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പീഡിയസും ആണ്. സോ സ്റ്റെപ്പീഡിയസും സ്റ്റേപ്പീസും എവിടെ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? മിഡിൽ ഇയറിൽ തന്നെയാണ്. സ്മോളസ്റ്റ് മസിലും സ്മോളസ്റ്റ് ബോണും നമ്മുടെ മിഡിൽ ഇയറിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ ദെൻ വിച്ച് ഇസ് ദ ഹാർഡസ്റ്റ് ബോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോ ബോൺ ആണ് കേട്ടോ. ഹാർഡസ്റ്റ് ബോൺ ഏതാണ്? ജോ ബോൺ ആണ്. നമ്മുടെ മാൻഡിബിൾ ആണ് എന്ത് ഹാർഡസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഇസ് ദ തിന്നസ്റ്റ് ബോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിബുലയാണ്. ഓക്കെ, തിന്നസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിബുലയേക്കാളും തിന്നായിട്ടുള്ള ബോൺസ് ഉണ്ട്, പക്ഷേ ആ ഒരു ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ലെങ്ത്തിന് ഒത്ത
ആ ഒരു സൈസ് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിന്നസ്റ്റ് ബോൺ എന്ന് പറയുമ്പോൾ ഫിബുലയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, വിച്ച് ഹയോയിഡ് ഈസ് ദ നോട്ട് കണക്റ്റഡ് ടു എനി അതർ ബോൺസ്. അപ്പോൾ ഹയോയിഡിന് വേറെ ഒരു ബോൺസുമായിട്ട് അറ്റാച്ച് ഇല്ല, ഓൺലി മസ്കുലർ അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ വേറെ ബോൺസുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വരാത്ത നമ്മുടെ ബോഡിയിലെ ബോൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഹയോയിഡ് ബോൺ ആണ്. ഹയോയിഡ് ബോൺ വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഹിയർ. ഓക്കെ, സോ ദെൻ എന്താണ്, ഓൺലി ലോങ് ബോൺ വിച്ച് ഇസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഇൻ ബോഡി ഏതാണ് ചോദിച്ചാൽ നമുക്കറിയാം. ലോങ് ബോൺസ് നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ്, ഒന്ന് ഒരു അപ്പർ ഉണ്ട്, ലോവർ ഉണ്ട്, പിന്നെ കുറച്ച് ഒരു ഷാഫ്റ്റ് കാണും, പിന്നെ കുറച്ച് ലെങ്ത് ഉണ്ടാവും. സോ ലെങ്തിയർ ആയിട്ടുള്ള ബോൺസ് ആണ്. അപ്പോൾ ബാക്കി എല്ലാ ലോങ് ബോൺസ് നിങ്ങൾ നോക്കിയാൽ ഇത് ലോങ് ബോൺ ആണ്, ഇവിടുത്തെ ലോങ് ബോൺസ് ആണ്, ഇവിടുത്തെ തൈസിലെ ലോങ് ബോൺസ് ആണ്, എല്ലാം എന്താണ്, വെർട്ടിക്കലി ആണ് പ്ലേസ് ആയിട്ടുള്ളത്. പക്ഷേ ഓൺലി വൺ ലോങ് ബോൺ ഈസ് സിറ്റുവേറ്റഡ് ഹൊറിസോണ്ടലി ഇൻ അവർ ബോഡി, ദാറ്റ് ഇസ് ക്ലാവിക്കിൾ. ഓക്കെ, ക്ലാവിക്കിൾ ഇവിടെയാണ്, ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് കോൾഡ് ദാറ്റ് ഈസ് ക്ലാവിക്കിൾ. സോ അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുള്ള ഒറ്റൊരു ലോങ് ബോൺ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ക്ലാവിക്കിൾ. ആൻഡ് ക്ലാവിക്കിളിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഫ്രാക്ചർ സംഭവിക്കുന്ന ഒരു ബോണാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദർ ഈസ് അനദർ പെക്യുലിയാരിറ്റി അബൌട്ട് ദിസ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഇസ് ദ ഫസ്റ്റ് ബോൺ ടു ഗെറ്റ് ഓസിഫൈഡ് ഇൻ. ഒരു ബേബി ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്താണ് ഫസ്റ്റ് ഓസിഫിക്കേഷൻ നടക്കുന്ന ആ ഒരു ബോൺ എന്ന് പറയുന്നതും ദാറ്റ് ഈസ് ക്ലാവിക്കിൾ. സോ ഫസ്റ്റ് ബോൺ ടു ഗെറ്റ് ഓസിഫൈഡ് ഇൻ ദ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ബോൺ ടു ഗെറ്റ് ഓസിഫിക്കേഷൻ ഇൻ ബോഡി എന്ന് ചോദിച്ചാലും, ഓൺലി ലോങ് ബോൺ വിച്ച് ഇസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഇൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ദാറ്റ് ഈസ് എന്താണ്, ക്ലാവിക്കിൾ ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് സ്കെലിറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ ആണ് നമ്മൾ നോക്കിയത്. ജനറൽ എന്ന് വെച്ചാൽ കുറച്ച് ബേസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. പക്ഷേ പഠിച്ചു തുടങ്ങുമ്പം ആദ്യം മുതൽ നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങണമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ തുടങ്ങിയതാണ്. സോ അപ്പോൾ നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.